വെൽക്കം ടു ടോപ്പേഴ്സ് ടോക്ക് അറ്റ് ഫോർച്യൂൺ IAS അക്കാഡമി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 4ാമത്തെ റാങ്ക് നേടിയ സിദ്ധാർത്ഥ് രാംകുമാറാണ്. മദർ ഓഫ് ഓൾ എക്സാമിനേഷൻസ് എന്ന് പറയുന്ന IAS പരീക്ഷയിൽ ഓൾ ഇന്ത്യ ലെവലിൽ 4ാമത്തെ റാങ്ക്. അതെന്തായാലും അത്ര എളുപ്പമുള്ളൊരു അച്ചീവ്മെൻ്റ് അല്ല അല്ലേ? ഇതെങ്ങനെയാണ് സിദ്ധാർത്ഥ് അച്ചീവ് ചെയ്തത്? നമുക്ക് സിദ്ധാർത്ഥിനോട് തന്നെ. സിദ്ധാർത്ഥ്, ഈ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ 4th റാങ്ക് കിട്ടി. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ വിളിച്ചപ്പോഴും ഇപ്പോൾ ഷെറിൻ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്കാണോ 4th റാങ്ക് എന്ന് എനിക്ക് ഉറപ്പില്ല. അത് 1-2 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നു. റൈറ്റ്. അതിന് എനിക്ക് തോന്നുന്നു ഒരു 4-5 മണിക്കൂർ വരെ സിദ്ധാർത്ഥ് സ്വയം വിശ്വസിച്ചിരുന്നില്ല സിദ്ധാർത്ഥിനാണ് 4th റാങ്ക് എന്ന്. അതിനെന്തായിരുന്നു കാര്യം? സിംഗിൾ ഡിജിറ്റ് റാങ്ക് കിട്ടുന്ന ആരും പ്രിപ്പയർ ചെയ്യുന്ന ആരും അങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ല. പിന്നെ സിംഗിൾ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഫാക്ടേഴ്സും ഒരുമിച്ച് വീഴണം. എല്ലാം കറക്റ്റാണ്. ഓരോ പേപ്പറും ഇൻ്റർവ്യൂ ഓരോ സ്റ്റേജും എല്ലാം കറക്റ്റായിട്ട് വീഴുമ്പോൾ മാത്രം നമുക്ക് ഇത് ചെയ്യുള്ളൂ. അത് വളരെ വളരെ റാൻഡമാണ്. ഒരുപാട് ലക്കുണ്ട്. അപ്പോൾ നമ്മൾ ലക്കിന് വേണ്ടി എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഇത് ചെയ്തില്ല. എങ്ങാനും കിട്ടുവാണ്, അതായത് എങ്ങാനും റാങ്ക് ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ തന്നെ ഒരു 60 to 120, 60 to 100, 60 to 100 ആണ് മാക്സിമം എക്സ്പെക്ട് ചെയ്തത്. സിംഗിൾ ഡിജിറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ ഫസ്റ്റ് ടൈം ഞങ്ങളിങ്ങനെ റിസൾട്ട് വരുന്നിങ്ങനെ കേട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് അടുത്ത് വേറെ ഒരു കൊളീഗ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ 4th റാങ്ക് ആണെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഇനീഷ്യൽ റിയാക്ഷൻ ഈ സമയത്ത് വെറുതെ എഴുതിയല്ലേ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ നോക്കി, പിന്നെ റോൾ നമ്പർ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. വീണ്ടും പോയി നോക്കി, പിന്നെയും നോക്കി, അവസാനമാണ് സിങ്ക് ചെയ്തത്. സിദ്ധാർത്ഥ്, എനിക്ക് തോന്നുന്നു വീട്ടിലും പറഞ്ഞിരുന്നില്ല പ്രിപ്പയർ ചെയ്യായിരുന്നു. കാരണം മീഡിയ വന്നപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു, വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. അതെന്തായിരുന്നു റീസൺ? അത് ബേസിക്കലി എക്സ്പെക്റ്റേഷൻ അധികം വെക്കണ്ട. പിന്നെ ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇത് എങ്ങാനും അവർ എക്സ്പെക്ട് ചെയ്തിട്ട് പിന്നെ അവർക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് വരണ്ട. പിന്നെ എനിക്കായാലും അതൊരു ആഡഡ് പ്രഷറാണ് എന്നുള്ള രീതിയിലും തോന്നി. അപ്പോൾ ഞാൻ എങ്ങാനും ഇതാവുകയാണെങ്കിൽ അറിയും, ഇല്ലാന്നുണ്ടെങ്കിൽ അറിയണ്ട എന്നുള്ള രീതിയിൽ വെക്കാം. പിന്നെ കുറച്ച് ലോക്കി വെക്കുന്നതാണ് പൊതുവെ. IPS ട്രെയിനിങ്ങിൻ്റെ സമയത്താണല്ലോ ഈ റിസൾട്ട് വന്നത്. IPS ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം IPS ട്രെയിനിങ്ങിലൂടെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ വളരെ നല്ല രീതിയിൽ മോൾഡ് ചെയ്യുമെന്നാണ് കേട്ടിട്ടുള്ളത്. സിദ്ധാർത്ഥിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ഇപ്പോൾ ലാസ്റ്റ് 6 months ആയിട്ട് ഒരു 4-5 months ആയിട്ട് ട്രെയിനിങ്ങിലാണ്. IPS ട്രെയിനിങ് വളരെ അധികം എന്താ പറയുക, നല്ല രീതിയിൽ നമ്മളെ മാറ്റും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുക, പിന്നെ ഞാനായാലും ആർക്കിടെക്ചറാണ് ചെയ്തത്. ഒരു ക്രിയേറ്റീവ് ബാക്ക്ഗ്രൗണ്ടാണ്, കുറച്ചും കൂടെ ഇൻഫോർമലായിട്ട് ക്രിയേറ്റീവായിട്ട്. പലപ്പോഴും മടി ആണ്, അല്ലെങ്കിൽ നമ്മൾ അവസാനം ഒന്നില്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യും, അല്ലെങ്കിൽ കുറേ സമയം അധികം ചെയ്യില്ല. പക്ഷേ അവിടുന്ന് പെട്ടെന്ന് ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ അതൊരു ഭയങ്കര മാറ്റമായിരുന്നു, ഭയങ്കര നല്ലൊരു മാറ്റമായിരുന്നു. പിന്നെ ഇപ്പോൾ IAS തന്നെ പലപ്പോഴും ഡൈവേഴ്സാണെന്നൊക്കെ പറയും. പക്ഷേ IPS ട്രെയിനിങ്ങിൽ നമ്മൾ ചെയ്യുന്ന റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വളരെ വളരെ, അതായത് നമ്മൾ ഒരു രീതിയിലും തുടങ്ങാത്ത പല കാര്യങ്ങൾ പെട്ടെന്ന്, അതായത് ഹോഴ്സ് റൈഡിങ് തൊട്ട് മൗണ്ടനിയറിങ്, ഹോഴ്സ് റൈഡിങ്, സ്വിമ്മിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സ്പോർട്സ് ഉണ്ട്. ഒരേ ദിവസം നമ്മളൊരു 8 പുതിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ അൺആംഡ് കോമ്പാറ്റ്, അല്ലെങ്കിൽ ഇത് വെപ്പൻസ്, മറ്റേത്, അങ്ങനെ ഇൻഡോർ ഔട്ട്ഡോർ ഈക്വലി ചാലഞ്ചിങ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ എല്ലാ വീക്കിലും പുതിയ പുതിയ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ദിവസം 8 കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ പക്ഷെ നമ്മൾ വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും ഫിസിക്കലി ഭയങ്കര ചേഞ്ച് ഉണ്ട്. പക്ഷേ ഫിസിക്കൽ ചേഞ്ച് ഭയങ്കര, അത് മാത്രമാണ് എല്ലാവരും പെട്ടെന്ന് ഫോക്കസ് ചെയ്യുക. പക്ഷെ അല്ലാതെ തന്നെ ഇപ്പോൾ ഈ മൗണ്ടനിയറിംഗ് ഒക്കെ ഇത്തവണ ഈ അടുത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു മസൂരി, അവിടെ ITBP ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അതിൽ ചെറിയ റിസ്ക് എപ്പോഴും ഉണ്ടല്ലോ. നമ്മൾ ആ ഒരു ഹൈറ്റിൽ നിന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ ചാലഞ്ചിങ് ആണ്, വളരെ രസമായിരുന്നു. IPS ട്രെയിനിങ്ങിലെ ഏറ്റവും ഫേവറേറ്റ് മൊമെൻറ്റ് അതൊന്ന് ആലോചിച്ചെടുക്കാവോ? IPS ട്രെയിനിങ്ങിൽ ഫേവറേറ്റ് മൊമെൻറ്റ് എനിക്ക് ആക്ച്വലി അവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ് ബേസിക്കലി. അതായത് ക്വാളിറ്റി ഓഫ് പിയേഴ്സ് ആയാലും, ക്വാളിറ്റി ഓഫ് ഇൻഫ്ര ആയാലും, ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി ആയാലും, മൊത്തത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ NPAയുടെ ഒരു ക്വാളിറ്റി പ്രോബബ്ലി അൺമാച്ച്ഡ് ആണ്. ഇപ്പോഴും അവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പോയവരായാലും ബാക്കി സർവീസിലുള്ളവരായാലും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് NPAയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് എനിക്ക് പേഴ്സണലി ആയാലും എന്നുവെച്ചാൽ ഇൻഡിവിജ്വലി ഓരോ ഫാക്കൽറ്റി, ഇൻഡിവിജ്വലി ഓരോ ആക്ടിവിറ്റി, ഇൻഡിവിജ്വലി ഓരോ കാര്യം വളരെ വളരെ നല്ലതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്, ഞാൻ ജനറലി കൂട്ടുകാരും ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ബേസിക്കലി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടായ സമയമാണ് പൊതുവെ ഏറ്റവും ഇഷ്ടം. പിന്നെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബ്ലി ഈ ഫയറിങ്ങും വെപ്പൻസ്, ഇത് വളരെ വളരെ പുതിയൊരു കാര്യമായതുകൊണ്ടും അതായിരുന്നു പ്രോബ്ലി അത്യാവശ്യം ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളത്. അപ്പം ഇഷ്ടമല്ല, ഒരു കൗതുകം. മനസ്സിലായി. അപ്പോൾ IPS ഇത്രയും ട്രെയിനിങ് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരാൾ പിന്നെ എഴുതാനും IAS പെർസ്യൂ ചെയ്യാനും അതിനെന്തായിരിക്കും കാരണം? ബേസിക്കലി ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് 3 ഈക്വലി ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. IPS, IFS, ഡിപ്ലോമസി എല്ലാം
പക്ഷേ എനിക്ക് പേഴ്സണലി ഞാനൊരു പ്ലാനിങ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഡൈവേഴ്സായ ഒരു ഏരിയാസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് പോസിബിളി എനിക്ക് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ സൂട്ട് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് IAS എന്നുള്ള രീതിയിൽ ഒന്നും കൂടെ പുഷ് ചെയ്തത്. പിന്നെ കേരളം അറ്റ്ലീസ്റ്റ് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ കേരളത്തിൽ വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നി. പിന്നെ അങ്ങനെ രണ്ടും കൂടി ആയപ്പോൾ ഞാൻ ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊന്ന് റീവൈൻഡ് അടിച്ചിട്ട് IAS അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് വരണം എന്ന് തീരുമാനിച്ചൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നല്ലോ, അതിന് പിന്നിലുള്ള റീസൺ എന്തായിരുന്നു? എങ്ങനെയാണ് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത്? ബേസിക്കലി 2019 ആർക്കിടെക്ചർ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ ഇയറിലാണ് ഞാൻ ഇങ്ങനെ അപ്പോൾ എനിക്ക് ആർക്കിടെക്ചറിൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അർബൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്കെയിലാണ് കുറച്ചും കൂടെ താല്പര്യം ഉണ്ടാകുന്നത്. ഇൻഡിവിജ്വൽ ഹൗസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇതെന്നുള്ള അല്ലാതെ ഒരു സെറ്റിൽമെൻറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു സിറ്റി ലെവലിൽ എന്തെങ്കിലും പ്ലാനിങ്ങിലൊക്കെ എന്തെങ്കിലും ഇൻവോൾവ് ആവാൻ അപ്പോഴാണ് സിവിൽ സർവീസ് അല്ലാതെ അറിയുമെങ്കിലും അതിനെക്കുറിച്ച് വലിയ ധാരണ അങ്ങനെ എന്താണ് വർക്കിൻ്റെ ഇതെന്നൊന്നും വർക്ക് പ്രൊഫൈൽ എന്താണെന്നൊന്നും അങ്ങനെ അറിയില്ല. പിന്നെ അങ്ങനെ ഓൺലൈനിലൊക്കെ ജസ്റ്റ് എങ്ങനെയോ ഇത് ചെയ്തു അറിഞ്ഞു. പിന്നെ അന്വേഷിച്ച് യൂട്യൂബിലും ടോപ്പേഴ്സിനും അങ്ങനെ അന്വേഷിച്ചു. പിന്നെ അതിൻ്റെ റോൾ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ആ പ്ലാറ്റ്ഫോമിൻ്റെ സ്കെയില് വളരെ വളരെ വലുതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കൗതുകം. പിന്നെ അച്ഛനൊക്കെ ആക്ച്വലി പണ്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലായാലും ഇങ്ങനെ ജനറൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ സംസാരവും, അപ്പോൾ പൊതുവേ അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ എനിക്കിപ്പോൾ ഞാൻ വളരെ അൺഅവെയർ ആയിരുന്നെങ്കിലും അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ സിവിൽ സർവീസ് വളരെ വൈഡാണ്. ഇമ്പാക്ട് എന്താ പറയുക, ഇത് കൈൻഡ് ഓഫ് ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും അതിൽ ഇപ്പോൾ പിന്നെ പോളിസി എന്നുള്ളൊരു സാധനം ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളെ ഒരു കാര്യത്തിൽ രക്ഷിക്കുന്നതും നമുക്കൊരു പ്രോബബ്ലി ഏതെങ്കിലും ഒരു ലെവലിൽ പോളിസി ലെവൽ ചേഞ്ച് ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ മൊത്തത്തിൽ കമ്പൽസറി ആക്കിയപ്പോഴാണ് പ്രോബബ്ലി ആ ഒരു ഒറ്റ ഡിസിഷനിൽ പ്രോബബ്ലി ഭയങ്കരമായ മാറ്റം വന്നു. അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഒരാളുടെ അല്ല കുറേ പേരുടെ ഇതുണ്ടാവും. പക്ഷേ ആ ഒരു പോളിസി ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു സ്കീം കാരണം മൊത്തത്തിൽ അപ്പോൾ ആ ഒരു പോളിസി ലെവൽ ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം തോന്നി. പിന്നെ പ്ലാനിങ് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ് അർബൻ ഡെവലപ്മെൻറ്റ് സ്മാർട്ട് സിറ്റി ഗോയിങ് ഫോർവേഡ് അതും ഭയങ്കരമായിട്ട് അപ്പോൾ അതിലും പോസിബിളി ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ എനിക്ക് ആർക്കിടെക്ചർ അതായത് IAS ഓഫീസേഴ്സ് അതായത് ഇപ്പോൾ ഭോപ്പാലിലൊരു MN ബുക്ക് എന്ന് പറഞ്ഞ സാറ് ഭോപ്പാലിൻ്റെ അർബൻ ഡെവലപ്മെൻറ്റിന് ഭയങ്കരമായിട്ട് ഇത് ചെയ്തവർ. പിന്നെ ഈ സ്മാർട്ട് സിറ്റീസിൽ തന്നെ പല IAS ആൾക്കാർ അതിൽ ആർക്കിടെക്ട്സും ഉണ്ട്. ഇപ്പോൾ ചാൾസ് കൊറിയ എന്ന് പറഞ്ഞ ആർക്കിടെക്ട് ഉണ്ട്. ചാൾസ് കൊറിയയും പല മറ്റേ സിവിൽ സർവൻസും കൂടെ സിഡ്കോ അതാണ് നവി മുംബൈ അതിൻ്റെ ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ മൊത്തത്തിൽ കുറച്ച് കോറിലേഷൻ ഉണ്ടെന്ന് തോന്നി. നമ്മളിപ്പോൾ സിവിൽ സർവീസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞു, പക്ഷേ പലരും പറയാറുണ്ട് ഇതൊരു അൺപ്രഡിക്റ്റബിൾ എക്സാമാണ് അല്ലെങ്കിൽ കുറച്ച് റാൻഡംനെസ് ഉണ്ട് ആൻഡ് 2 or 3 അറ്റംപ്റ്റ്സ് എടുക്കാം. എനിക്കൊന്ന് സിദ്ധാർത്ഥ് തന്നെ 4 അറ്റംപ്റ്റ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ അറ്റംപ്റ്റിലാണ് നമ്മൾ 4th റാങ്കിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥന് എപ്പോഴെങ്കിലും ഒരു പ്ലാൻ ബി വേണമെന്ന് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ടായിരുന്നോ? എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇപ്പോൾ ഒരു 5-10 ലക്ഷം ആൾക്കാർ എഴുതുന്നു, പിന്നെ ഇത്രയും സ്റ്റേജസ് ഉണ്ട്, ഇത്ര ഒരു മിനിമം 1.5 years ഒരു അറ്റംപ്റ്റ് തന്നെ എടുക്കുമായിരിക്കാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആകുമ്പോൾ എസ്പെഷ്യലി ഒന്നില്ലെങ്കിൽ 1.5 വർഷം മിനിമം എടുക്കും. പിന്നെ ഓരോ സ്റ്റേജിലും കുറേ റാൻഡംനെസ് ഉണ്ട്, ഒരുപാട് ലക്കിൻ്റെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലാൻ ബി വേണമെന്ന് ആദ്യം തൊട്ടേ തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും നല്ല വർഷങ്ങളാണല്ലോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വളരെ വലിയൊരു സംഭവമാണെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല വർഷങ്ങൾ ഇട്ടിട്ട് ഇൻ കേസ് ഒരു 2 attempt 3 attempt ഇതായില്ലെങ്കിൽ, അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രോപ്പർ സീരിയസ് 2 attempt കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്ലാൻ ബി നോക്കും. പക്ഷേ കൂടെ കണ്ടിന്യൂ ചെയ്തേക്കാം, ഞാൻ അങ്ങനെ ഇത് തന്നെയാണല്ല. പക്ഷേ ഞാൻ 2019 ഗ്രാജുവേറ്റ് ചെയ്തത് ഫസ്റ്റ് സീരിയസ് അറ്റംപ്റ്റ് 2020 അവിടുത്തെ. അതിൽ ഭാഗ്യം കൊണ്ട് ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലികോം അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സർവീസ് കയറി. പിന്നെ അത് റിസർവ് ലിസ്റ്റ് വഴി കയറി. അത് കഴിഞ്ഞ് 2 മാസത്തിൽ തന്നെ അടുത്തതിൻ്റെ റിസൾട്ട് വന്നു, IPS കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ പ്ലാൻ ബി അങ്ങനെ ആലോചിച്ചില്ല. പക്ഷേ പ്ലാൻ ബി എടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയധികം ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാം, എന്നേക്കാൾ കൂടുതൽ പ്രിപ്പയർ ചെയ്തതായാലും കണ്ടൻറ് ഉള്ള ആൾക്കാരായാലും ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഒരുപാട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് അത് ഈ ഒരു ചെറിയ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്രയും പേര് പ്രിപ്പയർ ചെയ്യുന്നൊരു എക്സാമിൽ നമ്മൾ കിട്ടാതിരിക്കാനുള്ളൊരു വലിയ സാധ്യതയുണ്ട്. അത് നമ്മുടെ കാരണം മാത്രമായിരിക്കില്ല, ഒരുപാട് റാൻഡം ഫാക്ടേഴ്സ്. അന്നത്തെ ദിവസം ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ചോദ്യം ചോദിക്കുന്നത് റാൻഡമായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാറിയതിൽ നമ്മുടെ ഇംപ്രഷൻ മാറാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു GSൻ്റെ പേപ്പർ മാറിയാൽ ചിലപ്പോൾ ഇതാവാം. പ്ലാൻ ബി ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. സിദ്ധാർത്ഥ്, അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ IPTAF കിട്ടി, അത് കഴിഞ്ഞ് IPS കിട്ടി, ആൻഡ് റിപ്പീറ്റഡ്ലി കൺസിസ്റ്റൻ്റ്ലി നമ്മൾ എപ്പോഴും ലിസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ടു എ സർട്ടൺ ലെവൽ അറ്റ്ലീസ്റ്റ് സിദ്ധാർത്ഥ് ഇതിൻ്റെ ഒരു ഡിമാൻഡ് ഓഫ് ദി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിനേഷൻ ഓരോ സ്റ്റേജ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ ഓരോ സ്റ്റേജ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതിൽ ലെറ്റ്സ് സേ ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. പ്രിലിംസിന് ഒരു ആസ്പിറൻറ്റ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പ്രിലിംസ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക്ക് അതെന്താണെന്നൊന്ന് പറയാമോ? പ്രിലിംസ് ആക്ച്വലി ഞാൻ 2020 അറ്റംപ്റ്റ് ആണ് പ്രോപ്പറായി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതിലെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലോണം ഇങ്ങനെ ഇപ്പോൾ UPSC നമ്മളും തമ്മിലൊരു കോൺസ്റ്റൻ്റ് ഒരു ഔട്ട് പ്ലേ ചെയ്യുന്നൊരു ഇതുണ്ട്. നമ്മൾ ഇങ്ങനെ പാറ്റേൺ ഗസ് ചെയ്യുന്നു, നമ്മളിങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെയാണ്, അപ്പോൾ അത് കൂടുതൽ ഇപ്പോൾ അത് അനലൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ന രീതിയിൽ ഇപ്പോൾ പല രീതിയിൽ അനലൈസ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ 4 ഓപ്ഷൻ ആണെങ്കിൽ ഈവൻ ആണെങ്കിൽ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് UPSC വീണ്ടും ഔട്ട് പ്ലേ ചെയ്യും, അത് മാറ്റും, അത് വീണ്ടും ഇതാവും. അപ്പോൾ സ്റ്റാറ്റിക്കാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ പോളിറ്റി, എക്കോണമി അല്ലെങ്കിൽ ഹിസ്റ്ററി, ഈ 3, പിന്നെ കുറച്ച് പിന്നെ കറണ്ട്, അതായത് ഒരു സ്റ്റാറ്റിക് ഈ 3 പിന്നെ കറണ്ട് ഏതെങ്കിലും ഒരു സോഴ്സ്, പിന്നെ നമ്മുടെ എന്താ പറയുക, ഇത് മെയിൻ ഇത് രണ്ടുമാണ്. പിന്നെ PYQ, ഇപ്പോൾ സ്റ്റാറ്റിക് പിന്നെ കറണ്ടിൻ്റെ ഏതെങ്കിലും ഒരു സോഴ്സ്, പിന്നെ PYQ ഒരു 2013 പാറ്റേൺ മാറിയോണ്ട് 2013 തൊട്ടുള്ള ലാസ്റ്റ് ഒരു 10 വർഷത്തിൻ്റെ ഓരോ ഓപ്ഷനും ഓരോ രീതിയും ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേർഡിങ്, ഇൻഫാക്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേർഡിങ് പോലും നമുക്ക് ആ എക്സാമിനെ നമ്മളൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ അത് അതായത് അല്ലാത്ത ടെസ്റ്റ് സീരീസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കൂടി PYQ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എങ്ങനെ ഇത് ചെയ്യണം, പിന്നെ അതിലത്തെ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഏതാണ് ഏരിയ, ഇപ്പോൾ കുറച്ച് മാറിയാൽ കൂടി കുറച്ച് റീറ്റെയിൻ ചെയ്യും ഒരു സിമിലാരിറ്റി. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷം പ്രിലിംസിൽ ഭയങ്കര ഡിഫറൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് തോന്നിയത് കുറേ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് നമുക്ക് കാണുമ്പോൾ ഇത് ആ ഒരു പാറ്റേണിലാണ് വരുന്നത്, ഓപ്ഷനിലാണ് കുറച്ച് വ്യത്യാസം. അപ്പോൾ ഈ സ്റ്റാറ്റിക്, കറണ്ട്, PYQ എന്നുള്ള ട്രയാങ്കിളിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. പ്രിലിംസ് പ്രിപ്പറേഷനിൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസിൻ്റെ റോൾ എന്താണ്? പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഫസ്റ്റ് സീരിയസ് അറ്റംപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിലും എനിക്കൊന്ന് ഞാൻ ആകപ്പാടെ പ്രിലിംസ് എല്ലാ സ്റ്റേജിലും ടെസ്റ്റ് അതായത് ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ 2020 തൊട്ട് ഇത്തവണയൊക്കെ 5 ദിവസമേ കിട്ടിയുള്ളൂ. പക്ഷേ 2 പേപ്പർ 3 പേപ്പർ അവിടെ ഇവിടെയും റാൻഡമായിട്ട് കുറച്ച് നോക്കിയിരുന്നു. കാരണം അത് ഒന്ന് നമുക്ക് ആ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 80-85 ആണ് നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ നോക്കുക. പിന്നെ നമ്മൾ നമ്മുടേതായ ചെറിയൊരു അനാലിസിസ്, എപ്പോഴും അനലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ എത്ര എണ്ണം ശരിയാവുന്നുണ്ട്, ക്വാളിറ്റി ചെയ്യുമ്പോൾ ഇത്ര വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഇത് ചെയ്യുമ്പോൾ ഇത്ര വരുന്നുണ്ട്, അത് കൂടുതൽ PYQ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് അധികം അറിയാത്ത ആദ്യമായി ചെയ്യുമ്പോൾ ടെസ്റ്റ് സീരീസ് നമുക്ക് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഫ്ലോയിൽ വരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് പ്രിലിംസിന്. ഇപ്പം ഞാൻ ആക്ച്വലി മെയിൻസിനധികം ടെസ്റ്റ് എഴുതാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പക്ഷേ പ്രിലിംസിന് എല്ലാ കൊല്ലം ടെസ്റ്റ് കുറേ കൂടുതൽ ചെയ്യുമായിരുന്നു. കാരണം വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടെസ്റ്റ്, അതായത് പ്രിലിംസ് ടെസ്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ കണ്ടന്റ് ആയാലും ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ ഇന്ന ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് ആൻസർ കിട്ടി, ബാക്കി ഓപ്ഷൻ പെട്ടെന്ന് നോക്കി ക്രിസ്പായിട്ട് ചെയ്യാം. അപ്പോൾ ബുക്ക് അതായത് മിനിമം ബുക്സ് വായിക്കണമെങ്കിൽ കൂടി ബാക്കിയുള്ളത് ടെസ്റ്റിൽ കൂടെ കിട്ടുന്നതായിരിക്കും കുറച്ചും കൂടെ എഫിഷ്യൻ്റായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പ്രിലിംസിൽ നിന്ന് നമുക്ക് അടുത്ത മെയിൻസിൻ്റെ സ്ട്രാറ്റജിയിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു കമ്പയർഡ് ടു പ്രിലിംസ് മെയിൻസ് കുറേ കൂടെ പ്രഡിക്റ്റബിൾ ആണ് അല്ലേ? അതെ. അപ്പോൾ മെയിൻസ് പ്രഡിക്റ്റബിൾ ആണെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ സിദ്ധാർത്ഥ് പറയുകയും ചെയ്തു. എങ്ങനെയാണ് മെയിൻസ് പ്രഡിക്റ്റബിൾ ആവുന്നത്? മെയിൻസ് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇതുവരെ ഉള്ള ഒരു ജനറൽ പാറ്റേണിൽ നമുക്ക് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമുക്ക് ഒന്ന് സിലബസ് ഉണ്ട്, ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രിലിംസിൽ പറയുന്ന പോലെ തന്നെ ഒന്ന് സിലബസ് എന്താണോ, പ്രിലിംസിൽ സിലബസ് നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല. അപ്പോൾ മെയിൻസിൽ വെച്ചാൽ സിലബസിൽ ഡീറ്റെയിൽഡാണ്. അപ്പോൾ ഓരോ വേർഡ്, ഓരോ തീം, ഓരോ ഇത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അഗെയിൻ 2013 തൊട്ടിട്ടുള്ളത് നോക്കുവാണെങ്കിൽ കൂടി ഏതൊക്കെ ഏരിയാസ് ആണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കറണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം. അൺലൈക്ക് പ്രിലിംസ്, മെയിൻസിൽ എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ 20 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൂ, അതിൽ കുറച്ച് സ്റ്റാറ്റിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ മെയിൻസിൽ ചോദിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലാസ്റ്റ് 1 ഇയറിലുള്ള കറണ്ട് ന്യൂസും പ്രീവിയസ് ഇയർ ലാസ്റ്റ് പാറ്റേൺ മാറിയ 2013 തൊട്ടുള്ളതും പിന്നെ സ്റ്റാറ്റിക്കിലെ സിലബസിലുള്ള ഓരോ പാർട്ടിന് പ്രിപ്പയർ ചെയ്ത് ഒരു സ്ട്രക്ചർ, ഫോമാറ്റ് അല്ലെങ്കിൽ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ അത് മെയിൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2-3 അറ്റംപ്റ്റ്സിലും സിദ്ധാർത്ഥിന് 400+. ആൻഡ് ഈ പ്രാവശ്യം എത്ര മാർക്സ് ആയിരുന്നു GS-ന്? GS 420-430 റേഞ്ചിലുണ്ട്. അപ്പോൾ ഇത്രയും മാർക്സ് സ്കോർ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു ഒറിജിനൽ തിങ്കിങ് അല്ലെങ്കിൽ ഒറിജിനാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സിദ്ധാർത്ഥ് എങ്ങനെയാണ് ഈ ഒരു ഒറിജിനൽ പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്തത്? അതായത് എനിക്ക് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പേപ്പേഴ്സ്, അതായത് എല്ലാവരും പറയും അവരിങ്ങനെ കുറേ പേപ്പേഴ്സ് നോക്കുകയാണ്, അപ്പോൾ നമ്മുടെ പേപ്പർ ഇങ്ങനെ മാർക്ക് വീഴണം. അപ്പോൾ ഞാൻ പിന്നെ ആർക്കിടെക്ചറിന് വരുന്നതായതുകൊണ്ടും അതായത് അവിടെ എപ്പോഴും എല്ലാ ആഴ്ചയും നമുക്കിങ്ങനെ ഒരു പുതിയ ഇതുണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ കണ്ടൻറ്റ് മാത്രമല്ല, നമ്മളിതിങ്ങനെ പ്രസൻറ്റേഷൻ ഉണ്ടാക്കി ആ പ്രസൻറ്റ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് കാണിക്കണം. പിന്നെ ഡിസൈൻ ആയാൽ കൂടി ആ ഡിസൈനിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ഡിസൈൻ എങ്ങനെയാണ് പുതിയത്, അവിടെ അതായിരുന്നു എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് ജനറലി തോന്നിയിട്ടുണ്ട് അത് നമ്മളൊരു ഇപ്പോൾ ഒരു പേപ്പർ ആൻസർ ചെയ്യുകയാണെങ്കിൽ കൂടി നമ്മുടെ ആൻസർ അല്ലെങ്കിൽ ആ പേപ്പർ വായിക്കുമ്പോൾ അയാൾക്ക് ആൻസർ ചെയ്യുന്ന പുള്ളിക്ക് വയ്യാതിരിക്കുവാണെങ്കിൽ കൂടി പുള്ളി ഇത് കണ്ടിട്ട് ഓക്കെ ഇതിൽ സബ്സ്റ്റൻസ് ഉണ്ട്, ഇത് എല്ലാവരും എഴുതുന്ന ഒരു സാധനമല്ല, അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്ന് തോന്നണം, പെട്ടെന്ന് തോന്നണം. അപ്പോൾ അതിന് ഇപ്പോൾ പക്ഷെ അത് കണ്ടൻറ്റ് കാരണമായിരിക്കണം, അല്ലാതെ വെറുതെ ശാലമായിട്ട് വെറുതെ നമ്മൾ പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിലല്ല. പക്ഷേ സോളിഡ് കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തത് ഇപ്പോൾ ഡയഗ്രാം, ഇപ്പോൾ കുറേ കണ്ടൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിൽ കുറേ സാധനം നമുക്ക് ഒരു ഡയഗ്രാം എന്നുള്ള രീതിയിൽ റെഡ്യൂസ് ചെയ്യാം. അതായത് ജനറലായ ഒരു കോൺസെപ്റ്റുവൽ ഡയഗ്രാം അല്ലാതെ കുറേ നമ്മൾ കണ്ടൻറ്റ് എടുത്ത് വെച്ചത് നമ്മളിങ്ങനെ സർക്കുലറായ ഒരു ഡയഗ്രാം, അതിൽ ഈ സ്റ്റാറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ക്രിസ്പാക്കി ആഡ് ചെയ്യാം. ഇപ്പോൾ കേരളത്തിൻ്റെ ഞാനിങ്ങനെ ഇപ്പോൾ ഉരുളങ്കൽ കോപ്പറേറ്റീവ്, കുടുംബശ്രീ, അങ്ങനെ 3-4 സാധനങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കേസ് സ്റ്റഡി ആയിട്ട് ഇപ്പോൾ പറയുകയാണ് കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ ഇത്ര % ആണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇത് HDL ഇത്രയാണ്. അപ്പോൾ അത് നമുക്ക് കേരളം എന്തുകൊണ്ട് അങ്ങനെ എത്തി എന്നുള്ളത് നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ ഈ 3 എണ്ണം, അതായത് ലേബർ ഇത് എന്നുള്ള രീതിയിൽ അങ്ങനെ കണക്ട് ചെയ്ത് അപ്പോൾ എക്സാമ്പിളും ഉണ്ട്, ഡേറ്റയും ഉണ്ട്, നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത്, അതായത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഫ്ലോ ചാർട്ട്സ് പോലെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ജനറൽ ആയിട്ടുള്ള ഇതല്ലാതെ ഡീറ്റെയിൽ ഉള്ള ഫ്ലോ ചാർട്ട്സ് നമ്മുടെ കണ്ടൻറ്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഡയഗ്രാം പൊതുവേ ഇങ്ങനെ ആർക്കിടെക്ചറിലായാലും നമ്മളിങ്ങനെ റെഡ്യൂസ് ചെയ്ത് അപ്പോൾ അത് നോക്കിയിട്ടുണ്ട്. പിന്നെ എത്തിക്സ് എൻ്റെ GS പൊതുവേ എത്തിക്സ് ഇപ്പോൾ ഇത്തവണ 127, കഴിഞ്ഞ 129, GS 2 ആയാലും 120 ആണ് 2-3 തവണയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും പൊതുവേ വളരെ ഇഷ്ടമാണ്, മാർക്ക് വീഴുന്നുമുണ്ട്. പിന്നെ essay ആയാലും എനിക്ക് ജനറലി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ചില essay ടോപ്പേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്, അവരിങ്ങനെ കുറച്ച് ഇങ്ങനെ വേൾഡ് സിനിമ അല്ലെങ്കിൽ മറ്റേ ജനറലായി കോച്ചൊക്കെ ഉണ്ടെങ്കിലും അതല്ലാതെ നമ്മുടേതായ രീതിയിൽ പുതിയതായിട്ടുള്ള എന്താ ഇപ്പോൾ ഒരു പാട്ടായിരിക്കാം, ഒരു പോയം ആയിരിക്കാം, നമ്മൾ എൻജോയ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം, ഒരു ഡയഗ്രാം പോലും ആഡ് ചെയ്യാം, പക്ഷേ അത് ഒറിജിനൽ ആയിരിക്കണം, നമ്മൾ ഫോഴ്സ് ചെയ്യരുത്. അപ്പോൾ എനിക്കൊന്ന് ഇത്തവണ ഒരു essay തുടങ്ങിയ ആക്ച്വലി മാർഷ്മെല്ലോ എക്സ്പെരിമെൻ്റ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ഓർമ്മയില്ല, പക്ഷേ അത് വെച്ച് തുടങ്ങി. പിന്നെ ഇപ്പോൾ കുറേ തോട്ട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ചില എന്താ പറയുക മിൽഗ്രം അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് പ്രിസൺ. അപ്പോൾ ഇതൊക്കെ കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് ഞാൻ കുറേ ഇങ്ങനെ എടുത്തു വയ്ക്കായിരുന്നു. അതിങ്ങനെ എസ്സേൻ്റെ സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ എത്തിക്സിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല മൂവീസ് ആക്ച്വലി എത്തിക്സിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഷോഷാങ്ക് റിഡംപ്ഷൻ തൊട്ട് ഇപ്പോൾ ഈവൻ അൻപേശിവം പോലത്തെ സിനിമ, അതായത് എന്താണ് ദൈവം എന്ന് പറയുന്ന കമ്പാഷനാണ് എന്നുള്ളതൊക്കെ അൻപേശിവത്തിൻ്റെ ഒരു ഡയലോഗുണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇനോവേറ്റ് ചെയ്യാം. അത് നമ്മൾ സിനിമയിൽ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, പക്ഷെ അത് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നോട്ട് ജസ്റ്റ് ഫ്രം UPSC ടിപ്പിക്കൽ ബുക്സ് അല്ലേ, നമുക്ക് പോപ്പ് കൾച്ചറിൽ നിന്ന്, ജനറൽ ലിറ്ററേച്ചറിൽ നിന്ന്, അല്ലെങ്കിൽ മൂവീസിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ എടുത്ത് മേ ബി GS 2-നോ GS 4-നോ അപ്ലൈ ചെയ്യുന്നതായിരിക്കാം. ഈവൻ ക്രിക്കറ്റ് പോലും നമ്മളെ പേഴ്സണലി രീതിയിലുള്ള ഇപ്പോൾ ധോണിയുടെ ഒരു സാധനം ഉണ്ടായിരുന്നു, ധോണിക്ക് കുട്ടി ഉണ്ടായിരുന്നപ്പോൾ ധോണി പോയില്ല, ഐ എം ഓൺ നാഷണൽ ഡ്യൂട്ടി എന്നാണ് പുള്ളി പറഞ്ഞത്. അത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും വാല്യൂ ആയിട്ട് കണക്ട് ചെയ്യാം. മെയിൻസിൽ ഒബ്വിയസ്ലി ആൻസർ എഴുതുന്ന കണ്ടൻറ്റിൻ്റെ കൂടെ സ്ട്രക്ചറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ക്രൂഷ്യലാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഒത്തിരി വാക്കുകൾ എഴുതണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഗുഡ് ആൻസർ, ഒരു നല്ല ആൻസറിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? അഗൈൻ എൻ്റെ പേഴ്സണലായ ഒരു ഇതാണ്, എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിൻസ് അഗൈൻ ഇപ്പോൾ പ്രെഡിക്റ്റബിൾ ആണ്. അപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക, ഫ്രെയിംസ് ഉണ്ടാക്കുക. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എത്തിക്സ് ആണെങ്കിൽ എത്തിക്സിന് എനിക്ക് ജനറലി GS ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. അതായത് ഒന്ന് മറ്റേ ഇൻട്രോ ബോഡി കൺക്ലൂഷൻ അഗൈൻ ഉണ്ട്. പിന്നെ അതിൽ തന്നെ ഇൻട്രോ ഞാൻ 5-6 രീതിയിൽ ഓരോന്നിനും ഓരോ രീതിയിൽ. ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുവാണെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുമായിരിക്കും ഇങ്ങനെ, ഇപ്പോൾ ബിഫോർ ഇവൻറ്റ്, ആഫ്റ്റർ ഇവൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ. പക്ഷേ ഞാൻ ഇത്തവണ ചില ബുക്സൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കായിരുന്നു. അപ്പോൾ ബുക്ക് മൊത്തം വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ബുക്കിൻ്റെ ഒരു ഐഡിയാസൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഇപ്പോൾ ശശി തരൂർ സാറിൻ്റെ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഡാർലിംപിളിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ. അപ്പോൾ അത് കൺക്ലൂഷനിൽ കണക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഇവൻറ്റിന് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഏതെങ്കിലും, ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസ് റിഫോംസ് ആണ് ക്വസ്റ്റ്യൻ ഹൈപ്പത്തറ്റിക്കലി ആണെങ്കിൽ, നമ്മൾ കൺക്ലൂഷനിൽ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മളിപ്പോൾ കോൺവോളിസ് തൊട്ട് മിഷൻ കർമ്മയോഗി വരെ, അതായത് ഒരു കണക്ട് ചെയ്ത് ഇതൊക്കെ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഫ്രെയിം, അതായത് ഇൻട്രഡക്ഷൻ, ബോഡി കൺക്ലൂഷൻ. പക്ഷേ ഇൻട്രഡക്ഷൻ എന്തൊക്കെ രീതിയിൽ, ഇപ്പോൾ ഇൻട്രഡക്ഷൻ ഡേറ്റ ആവാം, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ആവാം, അതല്ലെങ്കിൽ ഇതിപ്പോൾ കൺക്ലൂഷൻ ബുക്ക് ആവാം, അല്ലെങ്കിൽ ജനറലി കൺക്ലൂഷൻ പക്ഷേ പോസിറ്റീവ് ആണ്, സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം, പക്ഷേ എന്നാലും ഡീറ്റെയിലിംഗ് കൂട്ടുമായിരുന്നു. പിന്നെ ബോഡിയിലാണ് മെയിൻ വരുന്നത്. അപ്പോൾ അതും ബോഡി ഇങ്ങനെ മിനിമം ഒരു ഫ്രെയിം ഉണ്ട്, അതായത് 10 മാർക്കർ ആണെങ്കിൽ മിനിമം 10 പോയിൻറ്റ്സ് വേണം, 2 ഇതായിട്ട് ഡിവൈഡ് ചെയ്യണം, ക്വസ്റ്റൻ അനുസരിച്ച് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുക. പിന്നെ അതിൽ തന്നെ ഇപ്പോൾ ക്വസ്റ്റൻ ഒന്നില്ലെങ്കിൽ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്നാവും. അപ്പോൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം എഴുതുക, ഗവൺമെൻറ് ഓൾറെഡി എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യണം. പിന്നെ അതിനും നമ്മുടേതായ ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ കമ്പാരിസൺ കൊണ്ടുവരാം.
ഇപ്പോൾ ലോക്കൽ ഗവൺമെൻറ് ആണെങ്കിൽ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഗ്രീൻ പാർട്ടി ഉണ്ട്, ചില സ്ഥലത്ത് അതുണ്ട്, അങ്ങനെ ഇതുണ്ട്, സ്വീഡനിൽ അത് അങ്ങനെ അതും പക്ഷേ ഡീറ്റെയിൽ. പിന്നെ എക്സിസ്റ്റിംഗ്ലി എന്ത് ചെയ്യുന്നു, വെറുതെ സ്കീമിൻ്റെ പേരല്ലാതെ കുറച്ച് ഡീറ്റെയിലിംഗ് കൂട്ടുക. അതായത് ഇപ്പോൾ 75 ഇപ്പോൾ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ 75% സ്വാമിത്വയുടെ ഇത് ചെയ്തു, അല്ലെങ്കിൽ ഇത് ഇത്ര ചെയ്തു. അപ്പോൾ ഡീറ്റെയിലിംഗ് കൂട്ടുക. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു സാധനം ചെയ്യുന്നുണ്ട്, എന്നാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ഇത് കുറച്ചും കൂടെ മുമ്പിലാവണം എന്നുള്ളൊരു സാധനം. ഇപ്പോൾ എത്തിക്സ് അതേപോലെ, എത്തിക്സിനൊരു ഫ്രെയിം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മീനിങ്, സപ്പോർട്ട്, റെഫ്യൂട്ട്, കമ്പാരിസൺ, റെലവൻസ്. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ, മീനിങ് എന്താണ് ജനറലായിട്ട്, പക്ഷേ അതിലും എന്തെങ്കിലും തിങ്കറോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ, അത് കഴിഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കോട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ തിയറി യൂസ് ചെയ്തിട്ട് പിന്നെ അതിനെ റെഫ്യൂട്ട് ചെയ്യുക. കാരണം എത്തിക്സിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റാൻഡ് പോയിൻറ്റ്സ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ റെഫ്യൂട്ട് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യില്ല, പക്ഷേ എത്തിക്സിൽ അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സാധനം വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ആയിട്ട് കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ജനറൽ ഒരു കോട്ടാണ്, അത് ഞാൻ സിവിൽ സർവീസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ക്രിക്കറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും. പിന്നെ എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റെലവൻസ് എന്താണ് ഇന്നത്തെ, അതും ചിലപ്പോൾ അതിലും ചിലപ്പോൾ സ്റ്റാറ്റ് യൂസ് ചെയ്യും. ഇപ്പോൾ കേസ് സ്റ്റഡി പോലും എനിക്ക് തോന്നുന്നു, ഞാൻ കുറച്ച് ഇത് എല്ലാം ഹൈൻസൈഡ് ബയസ് ഉണ്ട്, വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് പറയുന്നത്. മറ്റേ അപ്പോൾ എത്തിക്സിൽ കേസ് സ്റ്റഡിയിൽ ഇങ്ങനെ ഓരോന്നിനും വേ ഫോർവേഡ് ഉണ്ട്. വേ ഫോർവേഡ് നമ്മൾ ജനറലായിട്ട് പറയുകയല്ലാതെ വേ ഫോർവേഡിൽ ഇപ്പോൾ ഫീഡ്ബാക്ക് ലൂപ്പ്. അപ്പോൾ ഫീഡ്ബാക്ക് ലൂപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം MIS സിസ്റ്റം വേണം, പ്രഗതി അല്ല MIS എന്തുപോലെ, ഇപ്പോൾ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഏതുപോലത്തെ, MIS എന്തുപോലത്തെ, PFMS പോലത്തെ MIS, അങ്ങനെ ഓരോന്നിനും ഡീറ്റെയിലിംഗ് കൂട്ടും. ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഓഡിറ്റ് എങ്ങനെ ചെയ്യും, ആര് ചെയ്യും, ഏതുപോലത്തെ. ഇപ്പോൾ ഏസർ ഒരു സോഷ്യൽ ഓഡിറ്റാണ്, സഹേലി ഒരു സോഷ്യൽ ഓഡിറ്റാണ്. അപ്പോൾ അത് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം, ആര് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ അതായത് ഡീറ്റെയിലിംഗ്. ഇപ്പോൾ അതായത് ഇപ്പോൾ പഞ്ചായത്ത് ലെവലിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആൾ ഇത് ചെയ്യണം, ഇന്ന ലെവലിൽ ഇത് ചെയ്യണം, അങ്ങനെ ഡീറ്റെയിലിംഗ് കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഫോർച്യൂണിൽ മെയിൻസിൻ്റെ ഒരു മെൻറ്ററും ആയിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ആ മെൻറ്റർഷിപ്പ് പ്രോസസ്സ്? അത് സിദ്ധാർത്ഥിനെ ആസ് എ പേഴ്സൺ എൻറിച്ച് ചെയ്തോ? ആൻഡ് ഓൾസോ ഒരു നല്ല മെൻറ്റർ എങ്ങനെയായിരിക്കണം എന്നാണ് സിദ്ധാർത്ഥിന് തോന്നുന്നത്? പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ അഗൈൻ അങ്ങനെ അധികം ആൻസർ റൈറ്റിംഗ് എഴുതാൻ, കാരണം പെട്ടെന്ന് ഒരു ആൻസർ എഴുതാൻ നോക്കുമ്പോൾ കണ്ടൻറ്റ് ഓർമ്മയില്ലാന്ന് തോന്നുന്നതാണ് എനിക്ക് സ്ഥിരം തോന്നാറ്. അപ്പോൾ ഞാൻ കൂടുതൽ കണ്ടൻറ്റിൽ ബിൽഡ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ നമ്മൾ മെൻറ്ററായി നിൽക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പേരുടെ ഇത് കാണാം, ആൻസർ കീ, അല്ലെങ്കിൽ അവർ ആൻസർ എഴുതുന്ന ശൈലി എന്താണ്. പിന്നെ ആക്ച്വലി കുറേ പേര് നമ്മളെയൊക്കെ നന്നായിട്ട് രീതിയിൽ അല്ലെങ്കിൽ ഇന്നോവേറ്റീവായ രീതിയിലൊക്കെ പലതും ചെയ്യുന്നു ഇന്ന രീതിയിൽ. പിന്നെ അവരുടെ ആൻസർ പോയിന്റ്സ് കാണുമ്പോഴാവും ചിലപ്പോൾ നമ്മളും ഇത് ഓർമ്മ പുതുക്കാൻ പറ്റുന്നതും അങ്ങനെയായിരിക്കും. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഡിസ്കസ് പറയുമ്പോഴാണല്ലോ പലപ്പോഴും ഇപ്പോൾ ഓർമ്മ ഒന്നില്ലെങ്കിൽ പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോഴാണ് കൂടുതൽ നന്നാവുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതെങ്ങനെ നന്നാക്കാം, അപ്പോൾ പെട്ടെന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യും. പിന്നെ ക്വസ്റ്റ്യൻ ഇതെങ്ങനെ അപ്പോൾ തന്നെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് ആൻസർ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ അങ്ങനെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല മെൻറ്റർ എന്നുള്ള രീതിയിൽ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഒന്നില്ലെങ്കിൽ നല്ലോണം എക്സ്പീരിയൻസ് ഈ എക്സാമിൽ പാസ്സായ പലരെയും ഹെൽപ്പ് ചെയ്ത ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഐഡിയലി ഒരു ക്ലിയർ ചെയ്ത ഒരാൾ മെൻറ്ററായിട്ട്. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് അറ്റംപ്റ്റ് തൊട്ട് നേരിട്ട് അറിയില്ലെങ്കിൽ കൂടി ഞാൻ കുറച്ച് പേരെ ഫോളോ ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ കുറേ പേരെ മെൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും റിട്ടയർ ചെയ്ത ചില ആൾക്കാർ, ചില സർവീസിലുള്ളവരൊക്കെ മെൻറ്റർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ അപ്പോൾ നമുക്ക് ഒന്നെന്ന് വെച്ചാൽ ഉറപ്പുണ്ട് അവർ ചെയ്ത കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പേഴ്സണലി ഒരു കോൺഫിഡൻസ് ആണ്. കാരണം ഇത്ര പേര് എഴുതുന്ന ഒരു പരീക്ഷ ഒരു കോൺഫിഡൻസിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ടൈം വേസ്റ്റ് ആയ വെറുതെ വേസ്റ്റ് ആവണ്ട. പിന്നെ അല്ലെങ്കിൽ കുറേ എക്സ്പീരിയൻസ് ഉള്ള ഒരു മെൻറ്റർ, കുറേ ആൾക്കാർ ഇവരുടെ ഇതിൽ ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊരു കോൺഫിഡൻസ്. പിന്നെ ആദ്യത്തെ ഇനിഷ്യൽ ഇംപ്രഷനും നല്ലൊരു മെൻറ്റർ എനിക്ക് തോന്നുന്ന എക്സ്പീരിയൻസും പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഓപ്പണായിട്ടാവണം, അതായത് എനിക്കറിയാം മറ്റേ ആൾ അറിയുന്നതല്ല, പക്ഷേ ഓപ്പണായിട്ട് എനിക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഇൻഫോർമലായിട്ട്. കാരണം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുവാണല്ലോ, അവരും എക്സ്പ്ലോർ ചെയ്യുന്നു, നമ്മളും എക്സ്പ്ലോർ ചെയ്യുന്നു. ആ രീതിയിൽ ആണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മെയിൻസ് പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഈ കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ വേണ്ടി പലപ്പോഴും നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥ് നോട്ട്സ് ഉണ്ടാക്കാറുണ്ടായിരുന്നോ? അത് ഡിജിറ്റലി ആയിരുന്നോ അതോ പെൻ ആൻഡ് പേപ്പർ ആയിരുന്നോ? നോട്ട് മേക്കിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചൊന്ന് പറയാമോ? നോട്ട് മേക്കിംഗ് എൻ്റെ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നോട്ട് മേക്കിംഗ് ആയിരുന്നു. കാരണം ആൻസർ റൈറ്റിംഗ് ഞാൻ പലപ്പോഴും അത്ര കോൺഫിഡൻ്റ് ആവില്ല, അല്ലെങ്കിൽ സമയമില്ല തോന്നും. നോട്ട്സ് ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോട്ട്സ് എങ്ങനെ അപ്പോൾ ഒന്ന് GS ആണെങ്കിൽ ഞാൻ ആക്ച്വലി പ്രിലിംസിന് അങ്ങനെ നോട്ട് ഉണ്ടാക്കിയിട്ടില്ല. പ്രിലിംസ് മൊത്തത്തിൽ വായിക്കും. പിന്നെ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കൂടുതലും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. മെയിൻസ് പക്ഷേ റീകോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മെയിൻസിന് ഞാൻ ഓരോ GSന് ഒരു നോട്ട്ബുക്ക് വയ്ക്കും. എന്നിട്ട് അതിൽ ഓരോ സിലബസിൻ്റെ ഓരോ ഏരിയ അല്ലെങ്കിൽ PYQൽ ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അതിന് ഇൻട്രോ കുറച്ച് പല രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻസ് ട്രൈ ചെയ്യും. പക്ഷേ എല്ലാം ഷോർട്ടായിട്ട്, അതായത് ബാക്കി ഇപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ കോട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കോട്ട് മാത്രം ഇടും. ഇപ്പോൾ സ്റ്റാറ്റ് ആണെങ്കിൽ ജസ്റ്റ് സ്റ്റാറ്റ് ഇടും. കൺക്ലൂഷൻ ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിനൊരു ഇന്ന രീതിയിലുള്ള ഒരു കൺക്ലൂഷൻ ട്രൈ ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ മാത്രം ഇടും. പിന്നെ സ്ട്രക്ചർ ബോഡി, അപ്പോൾ ബോഡിക്ക് ഒരു ന്യൂമോണിക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ
SQRLED. അപ്പോൾ അത് ഞാൻ വേറെ പലരുടെയും ഡെവലപ്പ് ചെയ്തതാണ്, അങ്ങനെ ഒരു ടോപ്പറിൻ്റെ തന്നെ എടുത്താണ്. സ്റ്റാറ്റ്, കോട്ട്, റിപ്പോർട്ട്, ലോ, എക്സാമ്പിൾ, ഡയഗ്രാം. അല്ലെങ്കിൽ ഇപ്പോൾ എത്തിക്സ് ആണെങ്കിൽ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ തിയറി അല്ലെങ്കിൽ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇത് ഡയഗ്രാം. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻസ് ആഡ്. ഇപ്പോൾ ബോഡിയിൽ എന്തൊക്കെ ആഡ് ചെയ്യണം ആഡ് ചെയ്യും. പിന്നെ ഇൻട്രോ കൺക്ലൂഷൻ റെഡി ചെയ്ത് വയ്ക്കും. അത് എല്ലാ മെയിൻ ഏരിയാസിനും. അപ്പോൾ നോട്ട് ആക്ച്വലി ഷോർട്ടും ആയിരിക്കും, പക്ഷേ അത് പിന്നെ ഇങ്ങനെ ആ പേജ് എങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൊത്തത്തിൽ ഒരു പേജ് അല്ലെങ്കിൽ 2 പേജിൻ്റെ നോട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്നുണ്ട്, അപ്പോൾ ജനറലായ കാര്യങ്ങൾ അറിയുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പ്ലസ് പെട്ടെന്ന് ഓർക്കേണ്ട സാധനം മാത്രം ഒരു പേജിൽ ഉണ്ടാവും. ഇപ്പോൾ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ ആണ് അല്ലെങ്കിൽ ഫെഡറലിസം ആണ്. അപ്പോൾ ഇന്ന കമ്മിറ്റി, ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക്സ് ആയിരിക്കും, പക്ഷേ അത് ഒറ്റ ലൈൻ അല്ലെങ്കിൽ 2 ലൈനിൽ തീരും. ഞാൻ അത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം റെഡ്യൂസ് ചെയ്യും. ഇപ്പോൾ പ്രകാശിങ് ജഡ്ജ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒറ്റ ലൈനിലായിരിക്കും അതിൻ്റെ എല്ലാ 6 7 8 എത്രയെന്ന് വെച്ചാൽ മൊത്തം. അപ്പം അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഡയഗ്രമായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഏറ്റവും ക്രിസ്പായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് സിദ്ധാർത്ഥ നോട്ട്സിൽ ഫിസിക്കലി എഴുതിയിരുന്നത് അല്ലേ? ബാക്കി ഒരു ജനറൽ റീഡിംഗിൽ പിന്നെ കുറച്ച് ഓൺലൈൻ എടുത്തു വയ്ക്കുമായിരുന്നു, പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി അത് ഫിസിക്കലിലേക്ക് എടുത്തു വയ്ക്കായിരുന്നു. ഇൻ്റർവ്യൂവിനൊക്കെ ചെറിയ ബുക്കൊക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു, അതിൽ എഴുതുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നടക്കാൻ പോകുമ്പോഴൊക്കെ കുറച്ച് കൂടുതലാണ്, പക്ഷേ എന്നാലും ഒരു രസം. നമുക്ക് പെട്ടെന്നായിരിക്കും ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്നൊരു സാധനം തോന്നി, അപ്പോൾ അത് ഒരു രസം ഒക്കെ ഇങ്ങനെ എഴുതി വയ്ക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു ബുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നതിൻ്റെ ഇടയിലോ എന്തിൻ്റെയിലൊക്കെ ചെയ്യണതിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് പോക്കറ്റിലൊക്കെ ഇടാം. അങ്ങനെയൊക്കെ പല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലേക്ക് വരാം. ഈ കൊല്ലത്തെ ആക്ച്വൽ UPSC ഇൻ്റർവ്യൂവിൽ ചോദിച്ച എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒന്ന് റിമെമ്പർ ചെയ്തെടുക്കാവോ? കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം, ഞാനൊരു ഹെറിറ്റേജ് വാക്ക് അഗൈൻ ആർക്കിടെക്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ടും പിന്നെ അവിടെ എൻ്റെ ഒരു കൊളീഗ് ഇതിലൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് അത് ഹോബി കൊടുത്തായിരുന്നു. അപ്പോൾ ഹെറിറ്റേജ് വാക്ക് പെട്ടെന്ന് ക്രിക്കറ്റും ഹെറിറ്റേജ് വാക്കും കൂടെ കണക്ട് ചെയ്തിട്ട് ചോദിച്ചു ഒരു ചോദ്യം. എങ്ങനെയാണ് അതൊന്ന് കണക്ട് ചെയ്തിട്ട് എന്ത് തോന്നുന്നു പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അതായത് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, ക്രിക്കറ്റിൻ്റെ ഹെറിറ്റേജ് റിലേറ്റഡ് ആയ ഒരു ഹെറിറ്റേജ് വാക്ക് ആണെങ്കിൽ ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥലങ്ങൾ പോകും. അപ്പോൾ അങ്ങനെ ഈഡൻ ഗാർഡൻസ്, ചെപ്പോക്ക്, അങ്ങനെ അല്ലെങ്കിൽ ചില ബുക്സൊക്കെ നോക്കിയായിരുന്നു. മറ്റേ രാമചന്ദ്ര സാറിൻ്റെ ബുക്കൊക്കെ ഞാൻ അങ്ങനെ പെട്ടെന്ന് വന്ന റെഫറൻസും ഒക്കെ വെച്ചൊന്ന് നോക്കിയായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ നിന്ന് ആ ഒരു റൂം ആർക്കിടെക്ചറലി ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുമോ ജസ്റ്റ് ചോദിച്ചായിരുന്നു. ഇത് ഗ്രീൻ ആണോ? അപ്പോൾ അതും അങ്ങനെ അപ്പോഴത്തെ ഒരു ഇതിൽ ഓർമ്മ വന്നത് വെച്ച് ഞാൻ ട്രൈ ചെയ്തു. അതിന് ഉത്തരം ഒന്ന് പറയാമോ? ആ റൂം ആക്ച്വലി ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്രോസ് വെന്റിലേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഹൈറ്റ് ജനറലി ഒരു റൂമിൻ്റെ ഹൈറ്റ് 3 meters ഒക്കെ വെക്കാറ്, പക്ഷെ അത് 4.5 എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ജനറലി ഹൈറ്റ് കൂടുകയാണെങ്കിൽ ചൂട് കുറയും, പക്ഷേ മുകളിൽ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അപ്പോൾ തെർമൽ കംഫർട്ട് ഇമ്പ്രൂവ് ആവും. പക്ഷേ അവിടെ അതിനകത്ത് വേറെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ വെന്റിലേഷനൊക്കെ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ലൈറ്റിംഗ് വെന്റിലേഷൻ അങ്ങനെ അനലൈസ് ചെയ്തു. പിന്നെ മെറ്റീരിയൽ, അപ്പോൾ അത് ഇൻഡോർ എയർ ക്വാളിറ്റി, ഇപ്പോൾ വോളറ്റൈൽ ഓർഗാനിക് കമ്പൗണ്ട്സ്, VOC മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന പെയിൻറ്റിൻ്റെ യൂസിങ്, ക്ലാഡിങ്ങിൻ്റെ അതൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ ഇൻഡോർ എയർ ക്വാളിറ്റി ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ആ ക്ലാഡിങ് ഇതാണ്, അപ്പോൾ പ്രോബബ്ലി അത് കാരണം പിന്നെ ഇത് ഉണ്ടാവാം എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ട്രിവാൻഡ്രം ലോറി ബേക്കർ സാറിനെ കൂട്ടി ചെയ്തതാണ്. അത് പിന്നെ എന്തായാലും പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളായാലും കേരള സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഇതും കൂടിയാണല്ലോ. അപ്പം അങ്ങനെ അത്. പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഓർമ്മയുള്ളത് 10 women who inspired you അടുത്ത ദിവസം ആയിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ഇന്ത്യൻ ODI ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, പിന്നെ ജൂലിൻ ഗോസ്വാമി, പിന്നെ അരുണ സൗന്ദരരാജൻ മാം, അങ്ങനെ IAS IPS IFS നിരുപമ മേനൻ മാം, കിരൺ ബേദി മാം. പിന്നെ ലാസ്റ്റ് എൻഡ് ചെയ്തത് അമ്മയെ വെച്ചാണ്. അപ്പോൾ അത് നമുക്കൊരു സന്തോഷം എന്നുള്ള രീതിയിലും കൂടെ. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സ്റ്റേജിൽ മോക്ക് ഇൻ്റർവ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സിദ്ധാർത്ഥിന് മോക്ക് ഇൻ്റർവ്യൂസ് എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? മോക്ക് ഇൻ്റർവ്യൂസ് നമുക്കൊരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ, പിന്നെ നമുക്ക് ഒപ്പീനിയൻ, പലരുടെയും ഒപ്പീനിയൻ കിട്ടുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഹൊറൈസനും എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കുറച്ച് നല്ല ക്രിറ്റിസിസം കിട്ടുന്നത് അല്ലെങ്കിൽ കുറച്ച് നല്ല എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് അറിയുന്നത് നല്ലതാണ്. ഫോർച്യൂണിൽ ഞാൻ ആക്ച്വലി മോക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. 2021 അറ്റംപ്റ്റ് തൊട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതും അത്യാവശ്യം യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് ഓർമ്മയുള്ള സാറും ഉണ്ടായിരുന്നു, പിന്നെ മുനിസ് സാർ ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന പാനലായാലും ഡൈവേഴ്സ് ആണെങ്കിൽ അത്രത്തോളം നമ്മൾ അത്ര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് നമുക്ക് പ്രാക്ടീസാണ്, രണ്ട് നമുക്ക് പല ഇൻപുട്സും ഇപ്പോൾ എല്ലാം നമുക്ക് സ്വയം വായിച്ച് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഓൾറെഡി കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പലരും മോക്ക് ഇൻ്റർവ്യൂ പാനലുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ആ രീതിയിലും ഹെൽപ്പ് ചെയ്യും. ആൻഡ് സിദ്ധാർത്ഥ് ഫോർച്യൂണിൽ മെയിൻസ് ടെസ്റ്റ് സീരീസ് സ്റ്റുഡൻ്റ് ആയിട്ടും മെൻറ്റർ ആയിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ മെയിൻസ് ടെസ്റ്റ് സീരീസിനെ കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? വാട്ട് ഈസ് ഗുഡ് അബൌട്ട് ഫോർച്യൂൺസ് മെയിൻസ് ടെസ്റ്റ് സീരീസ്?
ഫോർച്യൂണിൻ്റെ മെയിൻസ് ടെസ്റ്റ് സീരീസ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്യാവശ്യം ഇപ്പോൾ UPSC PYQ പോലെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് ഫോർച്യൂണിൻ്റെ ടെസ്റ്റ് സീരീസ്. പിന്നെ മെൻറ്റർ ആയിരുന്നപ്പോൾ ഞാൻ ആക്ച്വലി മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ പലരുടെയും ആൻസർ നോക്കുമായിരുന്നു. അപ്പോൾ അപ്പോഴും ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി, അതായത് കുറച്ചും കൂടെ ക്ലോസർ ആണ്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ആൻസർ കീ ആയാലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ആസ് എ ടീച്ചർ ഓർ ആസ് എ മെൻറ്റർ നമുക്കൊരു പക്ഷേ ഏറ്റവും സന്തോഷം തരുന്നത് നമ്മൾ പഠിപ്പിച്ചൊരു സ്റ്റുഡൻറ്റ് സക്സസ്ഫുൾ ആകുമ്പോഴാണ്. ഈ കൊല്ലം തന്നെ സിദ്ധാർത്ഥ് മെൻറ്റർ ചെയ്തിട്ടുള്ള അമൃത റിസൾട്ടിൽ സക്സസ്ഫുൾ ആയി ആൻഡ് എനിക്ക് തോന്നുന്നു 179th റാങ്ക് ഉണ്ട്. ആ മൊമെൻറ്റ് ഹൗ വാസ് ഇറ്റ് ഫോർ യു? ആക്ച്വലി അമൃത ഞാൻ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. വേറൊരു ആളും അമൃതയും അമൃത എസ്പെഷ്യലി വെരി ലൈക്ലി ടു ബി ഇൻ ദ ലിസ്റ്റ് എന്നുള്ളത് തോന്നിയിരുന്നു. അപ്പോൾ എവിടെ ആവും എന്നുള്ളത് കുറേ ലക്ക് ഇൻവോൾവ് ആയതുകൊണ്ട് മാത്രം. കാരണം ആൻസർ റൈറ്റിംഗ് ഒരുവിധം എല്ലാ ആൻസേഴ്സ് കാണിച്ചതിലും അമൃതയുടെ ആൻസേഴ്സ് വളരെ നല്ല ക്വാളിറ്റി ആയിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് ഞാൻ എഴുതിയതിനേക്കാൾ വളരെ വളരെ നല്ല ആൻസേഴ്സ് ആയിരുന്നു ഇൻവേരിയബിളി എല്ലാ തവണയും. GSൻ്റെ എല്ലാ പേപ്പറിലും പോസിബിളി ഏതെങ്കിലും ഒരെണ്ണം ഒരു സമയത്തൊക്കെ കുറച്ച് ഏതെങ്കിലും ഒരു ക്വസ്റ്റനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നല്ലാതെ മിക്ക ക്വസ്റ്റ്യൻസും ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നല്ലതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ എഡിഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ സ്ട്രക്ചർ മാറ്റാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത്യാവശ്യം എക്സ്പെക്ട് ചെയ്തായിരുന്നു, ഞാൻ ക്ലിയർ ചെയ്യുന്ന ആക്ച്വലി എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഈ എക്സാമിനേഷന് സക്സസ്ഫുൾ ആവാൻ സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സിദ്ധാർത്ഥ് എങ്ങനെയാണ് സ്ട്രെസ് മാനേജ് ചെയ്തിരുന്നത്? സ്ട്രെസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്? സ്ട്രെസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. കാരണം നമ്മൾ ഇത്രയും എഫേർട്ടും നമ്മുടെ ഏറ്റവും നല്ല സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ആക്ച്വലി ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ 2020 അറ്റംപ്റ്റിൽ തന്നെ സർവീസ് കിട്ടി. പക്ഷേ അത് സെക്കൻഡ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റിൽ അതായത് പ്രിപ്പയർ ചെയ്തു, ഇൻ്റർവ്യൂ ആക്ച്വലി വളരെ നന്നായി പോയി എന്ന് തോന്നി, മാർക്ക് നന്നായിരുന്നു. പക്ഷേ ആ ഫസ്റ്റ് ലിസ്റ്റിൽ വരാത്തപ്പോൾ കുറച്ച് നല്ലോണം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പിന്നെ 1 വീക്കിൽ അടുത്ത പ്രിലിംസ് വന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വളരെയധികം പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, അപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ നമ്മളിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷേ ജനറലി അതായത് എല്ലാ സംഭവം ലൈഫിലെല്ലാം ഒരു ഇതിനപ്പുറം ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കണം, അതായത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ സ്ട്രെസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു പോയിൻറ്റിനപ്പുറം ഞാൻ ഒന്നില്ലെങ്കിൽ സിനിമ കാണാൻ പോകും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും, എന്തെങ്കിലുമൊക്കെ രീതിയിൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നോക്കും. ഒന്ന് നല്ല രീതിയിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം സംസാരിക്കുമ്പോൾ തന്നെ നമ്മളതിനെ എനിക്ക് തോന്നുന്നു ചാർലി ചാപ്ലിനാണെന്ന് ഒരു കോട്ടുണ്ട്, നമ്മൾ ലൈഫ് സൂം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രാജഡിയാണ്, പക്ഷെ നമ്മൾ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരു ഇതാണ്. അപ്പോൾ ആ രീതിയിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും എന്തെങ്കിലും ഒരു രീതിയിൽ ഇത് ചെയ്യുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മിക്ക ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് വരുന്നത് എക്സാമിനേഷൻ്റെ തലേ ദിവസമാണ്. ആൻഡ് സിദ്ധാർത്ഥ് 4 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സാമിനേഷന് തലേ ദിവസമുള്ള സ്ട്രെസ്സ് അത് സിദ്ധാർത്ഥ് എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിരുന്നത്? എക്സാമിൻ്റെ തലേ ദിവസം ഭയങ്കരധികം സ്ട്രെസ് ഉണ്ട്, നമുക്ക് അധികം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ദിവസം എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ആ ഒരു എനർജി ലെവൽസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ കുറച്ച് നമ്മളെ തന്നെ കോൺഫിഡൻസ് ലെവൽസൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ആക്ച്വലി കോളേജ് തൊട്ട് ഇങ്ങനെ ചെറിയൊരു കഷ്ടം ഉണ്ടായിരുന്നു. ഇങ്ങനെ തലേ ദിവസം ഇങ്ങനെ രാവണപ്രഭു ഇങ്ങനെ ഇരുന്ന് കാണും എക്സാമിൻ്റെ തലേ ദിവസം കോളേജ് തൊട്ട്. വെറുതെ ഒരു സന്തോഷം, ഒരു കോൺഫിഡൻസ്, ഇങ്ങനെ അതിൽ ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്കൊരു സന്തോഷത്തിന് മാത്രം. കാരണം നമ്മൾ വളരെ ഡൗൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട നടൻ, ഇഷ്ടപ്പെട്ട സിനിമ, ഇഷ്ടപ്പെട്ട രീതിയിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാം, നമുക്ക് കോൺഫിഡൻസ് തരും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സിദ്ധാർത്ഥ് കൂടുതലും കമ്പൈൻഡ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പിനൂടെ പഠിച്ച ആളാണോ ഒറ്റയ്ക്ക് പഠിക്കുന്ന ടൈപ്പായിരുന്നോ? പഠിത്തത്തിൽ ഞാൻ ആക്ച്വലി ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരുന്നു. അഗൈൻ എനിക്ക് ഈ സ്ട്രെസ്സ് ഗ്രൂപ്പിലാവുമ്പോൾ ഇടയ്ക്ക് കമ്പാരിസൺ അല്ലെങ്കിൽ, പക്ഷേ ഗ്രൂപ്പ് സ്റ്റഡി വളരെ നന്നായി ചെയ്യുന്ന കുറേ പേരുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ ഒറ്റയ്ക്കായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. എനിക്ക് അങ്ങനെ പ്രഷർ എടുക്കുന്ന അത്ര ഇഷ്ടമല്ല. ഗ്രൂപ്പിലാകുമ്പോൾ നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റ്ലി കമ്പയർ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ, അനാവശ്യമായ സ്ട്രെസ് എടുക്കേണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ എനിക്ക് എറണാകുളത്ത് തന്നെ പ്രിപ്പയർ ചെയ്യണമെന്നായിരുന്നു, കാരണം വീട്ടിൽ അങ്ങനെ അതായിരുന്നു ഭേദം തോന്നിയായിരുന്നു. സിദ്ധാർത്ഥ വളരെ ക്ലീഷേഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എല്ലാ ആസ്പിറൻസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എസ്പെഷ്യലി സിൻസ് യു ആർ 4th റാങ്ക്, എല്ലാവരും സിദ്ധാർത്ഥിന് അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. പ്ലീസ്. അങ്ങനെ പ്രത്യേകിച്ചൊരു മെസ്സേജ് എന്ന് പറയാൻ അറിയില്ല. ഒരു കാര്യം തോന്നിയിട്ടുള്ളത്, ഒന്ന്, ഈ എക്സാം കുറച്ച് റാൻഡമാണ്. ഇതിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ലൈഫിൽ തന്നെ അങ്ങനെയാണ്, പക്ഷേ എക്സാമിൽ കുറച്ചും കൂടെ, അതായത് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങൾ പല രീതിയിൽ പോകാം. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് അക്സെപ്റ്റ് ചെയ്യണം, ഇത് നമ്മുടെ ഇതിൽ മാത്രമല്ല. അപ്പോൾ നമ്മളൊന്ന് ഗ്രൗണ്ടഡായി കുറച്ച് ഇതായിരിക്കണം. പിന്നെ എക്സാം പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ, അതായത് നമ്മൾ സിമ്പിളായി കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളാക്കി വയ്ക്കുക. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാവരും പറയുന്നതുകൊണ്ട് അത് അത്ര ഇതാവില്ല, അങ്ങനെയല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യുന്ന കാര്യം, പക്ഷേ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വ്യത്യസ്തമായി ചെയ്യാം.
അതായത് എല്ലാവരും ചെയ്യാത്തൊരു കാര്യം അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇഗ്നോർ ചെയ്ത് മറ്റത് മാത്രം അങ്ങനെ ചെയ്യാതിരിക്കുക. സ്റ്റാറ്റിക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കറണ്ട് ഏതെങ്കിലും ഒരു സോഴ്സ്. പിന്നെ വളരെയധികം ഇതാക്കാതിരിക്കാൻ നോക്കുക. ഇപ്പോൾ പ്രിലിംസൊക്കെ ബേസിക്കലി ഞാൻ ചെയ്തിട്ടുള്ള പ്രിലിംസ് കുറേ വായിക്കുമായിരുന്നു, കുറേ ഇതിൽ ചെയ്യുമായിരുന്നു, കാരണം അറിയില്ല എവിടെ നിന്ന്. പക്ഷേ മെയിൻസ് ആകുമ്പോഴേക്കും കുറച്ചും കൂടെ നല്ലോണം ചെറുതാക്കി കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആക്കിയിട്ടാണ് അൺലൈക്ക് പ്രിലിംസ് നോക്കിയത്. അപ്പോൾ കുറച്ച് സിമ്പിളാക്കി വയ്ക്കുക, കുറച്ച് എല്ലാവരും ചെയ്യുന്ന സ്റ്റാറ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ കുറച്ചൊന്ന് നമ്മുടെ പേപ്പർ ഒന്ന് ഡിഫറെൻ്റ് ആക്കാൻ നോക്കുക. അതായത് ഒന്ന് ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആക്കാൻ നോക്കുക. അത് നമുക്ക് കിട്ടും. അതായത് നമ്മൾ കണ്ടൻറ്റ് കുറേ സ്ഥലത്ത് നോക്കിയിട്ട്, അതായത് ഇപ്പോൾ എനിക്ക് ഒരു കാര്യം പേഴ്സണലി തോന്നിയിട്ടുള്ളത്, നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പറിൻ്റെ സാധനം അതേപോലെ അതായത് യൂസ് ചെയ്യുക, പക്ഷേ അത് മാത്രം അതേപോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണ്ടൻറ്റ് മാത്രം അതേപോലെ, ഒരു മാഗസിൻ അതേപോലെ അല്ലാതെ കുറച്ചും കൂടെ വായിക്കാനൊക്കെ നോക്കുന്നത് നല്ലതാണ്. പേപ്പർ ആയാലും മാഗസിൻ ആയാലും യൂട്യൂബിലുള്ള നല്ല നല്ല ഡിസ്കഷൻസ് ആയാലും ജനറലി കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളിൽ വരുത്തുക. പക്ഷേ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യം ആ രീതിയിൽ തന്നെ ചിന്തിക്കുക. ഇപ്പോൾ ഞാനൊരു യൂട്യൂബ് വീഡിയോ കാണുവാണെങ്കിലും അത് എക്സാമിന് എങ്ങനെ യൂസ്ഫുൾ ആവാം, എങ്ങനെ ഇത് ചെയ്യാം. ഇപ്പോൾ എക്സാം ഫോക്കസ് തന്നെ ആയിരിക്കണം, പക്ഷേ നമ്മൾ ആ ഒരു കാര്യം കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുക. നോളജ് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സോഴ്സസ് ഒക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ പിന്നെ സിമ്പിൾ ആക്കുക. PYQ, സ്റ്റാറ്റിക്, കറണ്ട് ഏതെങ്കിലും ഒരു സോഴ്സ് അങ്ങനെ. താങ്ക് യു സിദ്ധാർത്ഥ്, താങ്ക് യു സോ മച്ച്. ഒത്തിരി ഇൻസൈറ്റ്സ് കിട്ടി, എസ്പെഷ്യലി യുവർ ഒറിജിനൽ തിങ്കിങ്. സ്വന്തമായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് ആൻസേഴ്സിൽ കൊണ്ടുവരുന്ന ഇന്നോവേഷൻ, ദാറ്റ് വാസ് വെരി ഇൻസൈറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Fortune IAS Academy. More than just an academy.